റിലേറ്റഡ് റേറ്റ്സ്. എന്താണ് റിലേറ്റഡ് റേറ്റ്സ്? റിലേറ്റഡ് റേറ്റ്സുമായിട്ടുള്ള പ്രോബ്ലം നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെയാണ് ആ പ്രോബ്ലംസ് വരുന്നത്, എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്? അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന് നമുക്ക് റിലേറ്റഡ് റേറ്റ്സ് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു കോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കോണിൻ്റെ ഓളിയം, അതായത് കോൺ ഷേപ്പിലുള്ള ഒരു പാത്രം ഒഴിക്കുവാണ്, അതിൽ നമ്മൾ വെള്ളം ഒഴിക്കുവാണ്. അപ്പോൾ ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അവിടെ വെള്ളം കൂടി വരുന്നു, വെള്ളത്തിൻ്റെ ഹൈറ്റ് കൂടി വരുന്നു, റേഡിയസ് മാറുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. വിത്ത് റെസ്പെക്റ്റ് സമയത്താണ് മാറുന്നത്. ആദ്യം ഒഴിക്കുന്ന സമയത്തുള്ളതല്ല, കുറച്ച് സമയം കഴിയുമ്പോൾ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ റിലേറ്റഡ് റേറ്റ്സിൽ പഠിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഓളിയത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഓളിയം ഓഫ് എ കോണിൻ്റെ. അപ്പോൾ ഓളിയം ഓഫ് എ കോണിൻ്റെ ഓളിയം എന്താ 1/3 πr² വെച്ചാണെന്ന് നമ്മൾ മനസ്സിലെത്തുക. അത് നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓളിയം വരണമെങ്കിൽ 1/3 πr² വെച്ച് വരണം. ആറെന്ന് പറഞ്ഞാൽ റേഡിയസും h എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് അസൈൻ ചെയ്യുക, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. സമയമായിട്ട് മാറ്റം വരാവുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ആർ എന്ന് പറയുന്ന റേഡിയസ്, വി എന്ന് പറയുന്ന ഓളിയമാണ്, എച്ച് എന്ന് പറയുന്ന ഹൈറ്റാണ് എന്നുള്ള ഡെഫിനിഷൻസ് ആദ്യം കൊടുക്കുക. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ റേറ്റ്സ് ആരൊക്കെ മാറും തന്നിട്ടുള്ളതിൽ ഓളിയം മാറും അല്ലേ, റേഡിയസ് മാറും, ഹൈറ്റ് മാറും. അത് നമ്മളൊരു ഫിഗറിൻ്റെ ഹെൽപ്പിലോട്ട് ഫിഗർ വരച്ച് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്റ്റ് ടു ടൈമിൽ ഈ രണ്ട് സൈഡിലും, ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള വോളിയം എത്ര മാറി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മാറിയതിൽ റേഡിയസും ഹൈറ്റും ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ, അവരുടെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വോളിയം എത്ര ചേഞ്ച് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഉദാഹരണത്തിന് നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതാണ്, y എന്ന് പറയുന്നത് x³ ആണ്. പക്ഷേ ഈ എക്സ് y എന്ന് പറയുന്ന ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആണ്. അത് ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. t എന്ന് പറയുന്ന വേരിയബിൾ സമയമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെൻ x = 2 ആൻഡ് dx/dt = 4 വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് dy/dt? dy/dt എന്തായിരിക്കുമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? dy/dt കണ്ടുപിടിക്കുമെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് y = x³ എന്ന് എഴുതിയതിന് ശേഷം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഏത് വേരിയബിളാണ്? വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് ചെയ്യേണ്ടത്. സമയം അനുസരിച്ച് എത്രയാണെന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. അപ്പോൾ നമ്മൾ dy/dt കണ്ടുപിടിക്കുക. x³ ഡെറിവേറ്റീവ് നമുക്കറിയാമല്ലോ, എന്താണ്? 3x². പക്ഷേ ഇവിടെ x ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് dx/dt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ x കിടക്കുന്ന സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. dx/dt കിടക്കുന്ന സ്ഥാനത്ത് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒയുടെ മാറ്റം കിട്ടും അറ്റ് x = 2 ആകുന്ന സമയത്ത്, ആൻഡ് dx/dt = 4 ആകുന്ന സമയത്ത് എന്താ കിട്ടുന്നത് നോക്കിയേ. 2² എന്ന് പറഞ്ഞാൽ 4 ആണ് നമുക്കറിയാം. 4 × 3 12, 12 × 4 is 48. ഇതാണ് അവിടെ സംഭവിക്കുന്ന മാറ്റം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലൂടെ പോവാം. y = 3x + 5 എന്ന് തന്നിട്ടുണ്ട്. dy/dt കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ട x = 1 ആവുന്ന സമയത്തും dx/dt = 5 ആകുന്ന സമയത്തും. അപ്പോൾ ഇവിടെ dy/dt എന്താവും നോക്കിയേ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ 3xൻ്റെ ഡെറിവേറ്റീവ് 1 ആണെന്ന് നമുക്കറിയാം അല്ലേ. പക്ഷേ എന്താണ്? വിത്ത് റെസ്പെക്ട് ടി ആയതുകൊണ്ട് dx/dt എഴുതണം. 5 കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0 ആണ്. ഇനി നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? dy/dt അറ്റ് x = 1 ആൻഡ് dx/dt = 5 ആകുമ്പോൾ എന്താണ്? ഇവിടെ x എന്ന് പറഞ്ഞ വേരിയബിൾ ഡെറിവേറ്റീവ് എടുത്തതിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് dx/dtക്ക് മാത്രം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആൻസർ 15 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ പ്രോബ്ലംസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. കട്ടിയുള്ള ക്വസ്റ്റ്യൻ ഒന്നും പറയാൻ പറ്റത്തില്ല, നമ്മൾ +2 പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസ്യൂം ദാറ്റ് ഓയിൽ സ്പിൽഡ് ഫ്രം എ റപ്ചേർഡ് ടാങ്ക് സ്പ്രെഡ്സ് ഇൻ എ സർക്കുലർ പാറ്റേൺ. ഓക്കെ,
അപ്പോൾ അവിടെ നോക്കിയ ഒരു ടാങ്കറിൽ നിന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആ സ്പ്രെഡ് ചെയ്യുന്ന ഓയിൽ താഴെ വന്ന് വീഴുമ്പോൾ ഏത് ഷേപ്പിലാണ്? സർക്കിൾ അല്ലേ? സർക്കിളിലാണ് സ്പ്രെഡ് ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓയിൽ വന്ന് വീഴുന്ന സമയത്തുള്ള റേഡിയസ് അല്ല കുറച്ച് കഴിയുമ്പോൾ ഉള്ള സമയത്ത്, പക്ഷേ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലെന്ന് അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗ ഫാസ്റ്റ് ഈസ് ദ ഏരിയ ഓഫ് ദ സ്പിൽ ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഓഫ് ദ സ്പിൽ ഈസ് 60 ഫീറ്റ്. 60 ഫീറ്റ് ആവുമ്പോൾ, റേഡിയസ് 60 ഫീറ്റ് ആവുമ്പോൾ ആ ഓയിൽ എത്ര ഏരിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടേ? നമുക്ക് തന്നിട്ടുള്ള വേരിയബിൾസ് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യാനല്ലേ നേരത്തെ സ്റ്റെപ്സിൽ പറഞ്ഞേ. അപ്പോൾ ഇവിടെ സർക്കുലർ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിൽ ഓടിയെത്തുക ഏരിയ ഓഫ് എ സർക്കിൾ. ഏരിയ ആണ് മാറുന്നത് എത്രയാണ് ചോദിച്ചേക്കുന്നത്? പൈ ആർ സ്ക്വയർ. വെയർ ആർ എന്താണ്? ഇവിടെ ഒരു വേരിയബിൾ അല്ലേ വരുന്നുള്ളൂ. ആർ എന്ന് പറയുന്നത് റേഡിയസ്. ഈ റേഡിയസ് ഓഫ് ദ സർക്കിളാണ്. ഈ റേഡിയസ് കോൺസ്റ്റൻ്റ് മാറുന്നു എന്ന് തന്നിട്ടില്ലേ? അപ്പോൾ dr/dt അവർ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ 2 ഫീറ്റ് പെർ സെക്കൻഡ് ആയിരിക്കും അല്ലേ? നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ dA/dt വെൻ r = 60 ആകുമ്പോൾ എന്താണെന്ന്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. പൈ കോൺസ്റ്റൻ്റ് ആണ്. ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2r × dr/dt നമുക്കറിയാം. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം പൈ ഇൻറ്റു 2 ഇൻറ്റു ആറിന് 60 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ dr/dt 2 കൊടുക്കണം അല്ലേ? അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 240 പൈ എന്ന് കിട്ടും. അതിനെ നമുക്ക് വേണമെങ്കിൽ പൈയുടെ വാല്യൂ 22/7 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ 754 ഫീറ്റ് സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇവിടെ നമ്മൾ വേരിയബിൾ ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഡെറിവേറ്റീവ് എടുത്തിട്ട് തന്നിട്ടുള്ള ഡേറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏരിയ എത്രയാണ്, എത്ര ഫാസ്റ്റായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം കണ്ടെത്തി. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോബ്ലംസാണ് റിലേറ്റഡ് റേറ്റ്സിൽ പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് റിലേറ്റഡ് റേറ്റ്സിൻ്റെ പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ നോക്കാം.